بسم الله الرحمن الرحيم الحمد لله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ രണ്ട് ക്ലിപ്പുകളിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ മൂന്ന് ആയത്തുകൾ എങ്ങനെ പാരായണം ചെയ്യണം, അതിൽ സാധാരണഗതിയിൽ വരുന്ന പിഴവുകൾ ഏതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അൽഹംദുലില്ലാഹ്. ഇനി മേൽക്കഴിഞ്ഞ രണ്ട് ആയത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടിയുണ്ട്. അത് മിനശ് ശൈത്വാനി എന്നോ അല്ലെങ്കിൽ ബിസ്മില്ലാഹി അർറഹ്മാനി, ഇവിടെയൊക്കെ കൂടുതൽ നീട്ടുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ കൂടുതൽ നീട്ടൽ ശരിയല്ല. അതെല്ലാം അസ്ലിയായ മദ്ദാണ്. അല്ലാഹു എന്ന പദത്തിൽ മാത്രം ചില പണ്ഡിതന്മാർ ഒരലിഫ് കൂടി തഅദീമിന്റെ മദ് എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ ഉസ്താദുമാരിൽ നിന്ന് ഓതപ്പെടുന്നത് അതും അസ്ലിയായ മദ്ദായിട്ട് തന്നെയാണ് ചേർത്തി വായിക്കുമ്പോൾ. അപ്പൊ ഏതായാലും അർറഹ്മാനിർ റഹീം എന്നൊരു ശൈലി വല്ലാതെ കേൾക്കുന്നുണ്ട്, അത് ശരിയല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആലമീൻ, ഇത് അസ്ലിയായ മദ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരലിഫ് മാത്രം നീട്ടേണ്ട മദ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാസറ്റുകളിലും മറ്റുമൊക്കെ കേട്ട് അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റായി ഓതുന്നത് കേട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധാരണ നീട്ടലിലേക്ക് കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ. ഇനി അടുത്ത ആയത്ത്, അതായത് മൂന്നാമത്തെ ആയത്ത് അർറഹ്മാനിർ റഹീം, അവിടെ ബിസ്മിയിൽ വന്ന രണ്ടു അള്ളാഹുവിന്റെ പേരുകൾ തന്നെയായതുകൊണ്ട് അവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ അവിടെ കൂട്ടി വായിക്കുമ്പോൾ അവിടെ ധാരാളം ആളുകളുടെ ഫാത്തിഹ ബാത്തിലായി പോകുന്ന, വളരെ നന്നായി പരിശീലിച്ച് ശരിയാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? മിക്കവാറും ആളുകൾ നിസ്കരിക്കുമ്പോഴൊക്കെ, അതുപോലെ തന്നെ മറ്റു സദസ്സുകളിലോ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഓതുമ്പോൾ കഴിയുന്നത്ര ചേർത്തിയിട്ടാണ് ഓതുക. അങ്ങനെ ഓതുന്ന സമയത്ത് അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് ഓതിക്കഴിഞ്ഞാൽ മുസ്ഹഫിൽ നോക്കിയാൽ നമുക്കറിയാം അവിടെ ഒരക്ഷരം പോയിട്ടുണ്ട്. കാരണം അർറഹ്മാനിർ റഹീം എന്ന് അവസാനിക്കുന്ന ഒരു മീമും മാലികി യൗമിദ്ദീൻ എന്ന് തുടങ്ങുന്ന ഒരു മീമും, ഇത് രണ്ടും ചേർത്തി വായിക്കുമ്പോഴും രണ്ട് മീമും വ്യക്തമായി ഉച്ചരിക്കണം, സെപ്പറേറ്റ് ആയിട്ട് ഉച്ചരിക്കണം. അർറഹ്മാനിർ റഹീമി മാലികി, അർറഹ്മാനിർ റഹീമി മാലികി യൗമിദ്ദീൻ, ഇങ്ങനെയാണ് അവിടെ ചേർത്തി വായിക്കേണ്ടത്. എന്നല്ലാതെ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നാണ് നമ്മൾ ഓതുന്നതെങ്കിൽ നമ്മുടെ ഫാത്തിഹയിൽ നിന്ന് ഒരക്ഷരം അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എങ്ങനെ ചേർത്തി വായിക്കണം എന്ന് നമ്മൾ മുസ്ഹഫിൽ നോക്കി പരിശീലിക്കുകയും അതിനുശേഷമേ ചേർത്തി വായിക്കാവൂ. അതേസമയത്ത് അർറഹ്മാനിർ റഹീം എന്ന് നിർത്തി പിന്നെ മാലികി യൗമിദ്ദീൻ എന്ന് തുടങ്ങുകയാണെങ്കിൽ ശ്വാസം അയച്ചിട്ട് തുടങ്ങുമ്പോൾ രണ്ട് മീം ഉണ്ടാവും. ഇനി നാലാമത്തെ ആയത്ത് മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ. അവിടെ നോക്കൂ, മാലികി എന്നിടത്ത് നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ നീട്ടലിനേക്കാൾ കൂടുതൽ നീട്ടുന്നൊരു ശൈലി കേൾക്കുന്നുണ്ട്. മാലികി യൗമിദ്ദീൻ, മാലികി, ആ നീട്ടൽ ശരിയല്ല. പണ്ഡിതന്മാരുടെ കിതാബുകളിൽ കാണുന്നത് വലിയ കുറ്റകരമാണ് എന്നാണ്. അപ്പൊ മാലികി എന്ന് മാത്രം പറയുക. അതുപോലെ തന്നെ ഇതുപോലെ ഫാത്തിഹ പരിശീലിക്കാത്ത പല ആളുകളിൽ നിന്നും മാലിഖി എന്ന് ഖാഫിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഖു മാലികി. അത് കഴിഞ്ഞാൽ അടുത്ത പദം, ഈ ആയത്തിൽ നമുക്ക് മൂന്ന് പദങ്ങളാണ് ഉള്ളത്. മാലികി യൗമി, പ്രതിഫലം നൽകുന്ന
ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു. അപ്പോ മാലിക്കി നമ്മൾ പറഞ്ഞു. യൗമി എന്ന പദത്തിൽ രണ്ട് സ്ഥലങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, യാ എന്ന അക്ഷരത്തിന്റെ ഫത്ഹാണ്. യാഇന് ശേഷം വരുന്ന അക്ഷരം വാവ് ആയതുകൊണ്ട്, വാവ് ചുണ്ടുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരവുമായതുകൊണ്ട് നമ്മൾ യാ ഉച്ചരിക്കുമ്പോൾ തന്നെ വാവിന്റെ മഖ്റജാവുന്ന രണ്ട് ചുണ്ടുകൾ മുന്നോട്ടെടുത്തു കഴിഞ്ഞാൽ മാലിക് യൗമിദ്ദീൻ, യൗമിദ്ദീൻ, ലാ തഅഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു, യൗമൽ ഖിയാമ, വുജൂഹുൻ യൗമഇദിൻ. ഇതെല്ലാം ഇതുപോലത്തെ ഉദാഹരണങ്ങളാണ്. അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? യ എന്ന് സാധാരണഗതിയിൽ യാഇന് ഫത്ഹിട്ടാൽ യ എന്നാ പറയാ, യോ എന്നല്ല. അതേപോലെ ഇവിടെയും മാലികി യൗമി, മാലികി യൗമിദ്ദീൻ ഇങ്ങനെയാവണം ഉച്ചരിക്കേണ്ടത്. അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം അതിലുള്ളത്, വാവ് നമ്മൾ എപ്പോൾ ഉച്ചരിക്കുകയാണെങ്കിലും രണ്ട് ചുണ്ടുകളും ഒരൽപ്പം മുന്നോട്ട് വരികയും കൂർപ്പിച്ചു പിടിച്ച് ആ ഒരു വൃത്തത്തിൽ നിന്നാണ് വാവ് ഉച്ചരിക്കേണ്ടത്. അപ്പൊ തീരെ ചുണ്ടളക്കാതെ മാലിക് യൗമിദ്ദീൻ, യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ വാവ് തീരെ ഉച്ചാരണത്തിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ യൗമി, യൗമൽ ഖിയാമ, യൗമഇദിൻ, ഈ വ്യക്തമായ ഉച്ചാരണം നമ്മൾ പരിശീലിച്ചെടുക്കണം. യൗമിദ്ദീൻ. മൂന്നാമത്തെ പദം അദ്ദീൻ എന്നതാണ്. അദ്ദീൻ എന്നിടത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു അക്ഷരം നിങ്ങൾ ഓർമ്മിച്ചു വെക്കേണ്ടത് ദാലാണ്. ദാലിന് എന്താണ്? ദാലിന് ഒരൽപ്പം കാറ്റ് നടന്നു കഴിഞ്ഞാൽ തീനായിപ്പോയി. പലരും ഓതുമ്പോ അങ്ങനെ ആവുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അത് നല്ല നിപുണനായ ഒരു ഉസ്താദിന് ഓതിക്കൊടുക്കുമ്പോഴാണ് നമ്മളെ ദാല് ഥ ആവുന്നുണ്ടോ. ഇപ്പൊ ഒരാള് ഓതുകയാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അത് ഥ ആണ്. വത്തീനി വസ്സൈത്തൂൻ, അവിടെ മുസ്ഹഫിൽ തന്നെ ഉള്ളത് ത ആണ്. പക്ഷെ ഇവിടെ ദി എന്നാണ് പറയേണ്ടത്. ദി. ഇങ്ങനെ ദാലിന് ഒരു കുഴപ്പം വരുന്നുണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ. ചില ആളുകൾ ദാൽ തന്നെ ആയിരിക്കും ഉച്ചരിച്ചിട്ടുണ്ടാവുക, പക്ഷെ അറബിയിലെ ദാൽ ആവുകയില്ല. എന്തേ കാരണം? മലയാളത്തിൽ നമ്മൾ യുദ്ധം, അതേപോലെ തന്നെ യോദ്ധാവ് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ദാലും ധനം എന്നതിലെ ധാലും കൂടെ മിക്സ് ആയിട്ടൊരു ഉച്ചാരണം ഉണ്ടല്ലോ, ആ ശബ്ദമാണ് അദ്ദീൻ എന്ന് ഉച്ചരിക്കുമ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അറബിയിലെ ദാലിന്റെ ശബ്ദം നമ്മൾ അറിയണം. ദ ദ ദ ചെറിയൊരു ശബ്ദമാണ്. അപ്പൊ അതിന് ശബ്ദ വന്നാലും യൗമിദ്ദീൻ, യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, ഇങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.